ഹായ് ഗൈസ്, മാർക്കറ്റ് വിഷൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമുക്ക് നമ്മുടെ അനാലിസിസ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം. സോ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് ഒരു സ്ട്രെങ്ത് കാണിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ സ്ട്രെങ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും അതിൻ്റെ ഓപ്പണിംഗ് റേഞ്ചസിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഗിഫ്റ്റ് നിഫ്റ്റി. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ റീസൺ ഫോർ ഇറ്റ്. അതിന് മുന്നേ നമുക്ക് നാസ്ഡാക്ക് കൂടെ ഒന്ന് നോക്കി വെക്കാം. നാസ്ഡാക്ക് US പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ്. ഇപ്പോൾ നാസ്ഡാക്കും ഓൾമോസ്റ്റ് 2% അപ്പ്, 2.5% അപ്പാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫോർ ദ ഡേ. സോ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇറാനെതിരെയുള്ള വാർ മെഷേഴ്സും കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുകയാണ് എന്ന രീതിയിലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എന്തോ ഒരു ഡീൽ അവർ ഉറപ്പിക്കാനായി എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. ആ പോസ്റ്റിന് ഒരു റെസ്പോൺസ് ആയിട്ടാണ് നാസ്ഡാക്ക് ഇത്രയും റണ്ണായത്. അപ്പോൾ ഈ നാസ്ഡാക്കിൻ്റെ ഈ റണ്ണിനെ മിറർ ചെയ്തുകൊണ്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇവിടെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഡീല് വരികയാണ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ മുകളിലേക്ക് റാലി ചെയ്യുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ നല്ലൊരു പോസിറ്റീവ് ന്യൂസാണ് അത്. മാർക്കറ്റ് നല്ല രീതിയിൽ, ഇന്ത്യൻ മാർക്കറ്റ്സ് നല്ല രീതിയിൽ റാലി ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. ഈവൻ ദോ ഒരു ലോങ് ടേം സൈക്കിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഐഡിയലി ഈ ഒരു വർഷം കൂടെ കുറച്ച് ബെയറിഷ് ആവുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഷോർട്ട് ടേം ബേഴ്സ്റ്റ് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഏപ്രിലിൽ ഒരു ബേഴ്സ്റ്റ് കിട്ടി, അതുപോലെ തന്നെ മേ ബി ഒരു ബേഴ്സ്റ്റ് ഷോർട്ട് ടേമിലേക്ക് നമുക്ക് വീണ്ടും തന്നിട്ട് പിന്നെ മാർക്കറ്റ് വീഴാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ലോങ് ടേമിലേക്ക് ഞാൻ വീണ്ടും ബെയറിഷ് ആണ്. അറ്റ്ലീസ്റ്റ് ലോങ് ടേം ഇൻ ദ സെൻസ് ഈ ഒരു വർഷത്തേക്ക് ഞാൻ ഒരു ബെയറിഷ് സിനാരിയോയാണ് ഞാൻ കാണുന്നത്. മേ ബി അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഒരു റാലി വന്നേക്കാം എന്ന രീതിയിൽ, നവംബർ ഡിസംബർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിസംബറിൻ്റെ എൻഡോട് കൂടി ഒരു റാലി വരാമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് നാസ്ഡാക്ക് ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി. പിന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. മേ ബി ഇവിടെ ഒന്നോ രണ്ടോ ദിവസം വന്നിട്ട് വീണ്ടും ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഈ മേജർ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ വളരെ നല്ലതാണ് ബാങ്ക് നിഫ്റ്റിക്ക്. ഇന്ത്യ വിക്സിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സും ഒരു രീതിയിൽ കൂൾ ഡൗൺ ചെയ്ത് ഇങ്ങനെ ഈ ഒരു ലെവലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഐഡിയൽ കേസിന് ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ടു ദ ഡൗൺ സൈഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല സ്റ്റോക്സിൽ ബ്രേക്ക് ഔട്ടും കാര്യങ്ങളും കിട്ടും, നമുക്ക് നല്ല രീതിയിൽ എൻട്രി എടുക്കാനും പറ്റുന്നതായിരിക്കും. നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി വളരെയധികം ഏറ്റവും കൂടുതൽ ബാരിഷ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു ഇൻഡെക്സ് നിഫ്റ്റിയാണ്. അപ്പോൾ നിഫ്റ്റി നമുക്ക് ഒബ്വിയസ്ലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ ഒരു സ്ട്രോങ് ബെറ്റർ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നിഫ്റ്റി ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യില്ലായിരിക്കും, ഈ ലെവൽ ബ്രേക്ക് ചെയ്യില്ലായിരിക്കും. കാരണം ഓൾറെഡി US മാർക്കറ്റ്സിനൊക്കെ നല്ല ക്യൂസാണ് നിഫ്റ്റിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് നിഫ്റ്റി. അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് മോസ്റ്റ്ലി നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നോട്ട് എ ഗുഡ് സൈൻ. 20 പീരീഡ്, 10 പീരീഡ്, 5 പീരീഡ് മൂവിങ് അവരുടെ താഴെയാണ്. 50 പീരീഡ് ആവറേജിൻ്റെ മോഡലിൽ നിന്നൊരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സപ്പോർട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കി കാണേണ്ടി വരും. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടുന്ന് ഒരു നമുക്ക് വേണമെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിടാം. എന്നിട്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ നല്ല സ്ട്രോങ് ക്ലോസ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഔട്ട് ഫോർ ദാറ്റ്. പിന്നെ അദാനി സ്റ്റോക്സ് അല്ലേ, അദാനി സ്റ്റോക്സ് നല്ല സ്ട്രോങ് മൂമെൻറ്റത്തിലായിരുന്നു. പക്ഷേ അത് അതിൻ്റെ മേജർ ഫസ്റ്റ് സപ്പോർട്ട് ലെവലായ ഈ ഒരു ലെവൽ 8,446 ലെവലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ അദാനി സ്റ്റോക്സ് ഈ ലെവൽ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യും, അതിനുശേഷം ഇതിനൊക്കെ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമോ എന്നൊക്കെ ഒക്കെ വിലയിരുത്തിയിട്ടായിരിക്കണം നമ്മുടെ അടുത്ത ട്രേഡിംഗ് പ്ലാൻസും കാര്യങ്ങളൊക്കെ, റൈറ്റ്, അറ്റ്ലീസ്റ്റ് ഫോർ അദാനി ഗ്രൂപ്പ്സ്. സോ ദാറ്റ് ഈസ് ഓൾ, ദാറ്റ് ഈസ് അബൌട്ട് അദാനി സ്റ്റോക്സ്. ദെൻ നമുക്ക് മാർക്കറ്റ് ബ്രെത്ത് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബൌട്ട് 20 MA ബാഡ്, 50 MA ബാഡ്, ഷോർട്ട് ടേം ട്രെൻഡ് നെഗറ്റീവ്. സ്റ്റോക്സ് അബൌട്ട് 200 MA നമുക്ക് വീണ്ടും ഈ ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴത്തേക്കാണ്. നിഫ്റ്റി ഒബ്വിയസ്ലി ഡൗൺ ആണ്. പിന്നെ 52 വീക്ക് ഹൈ ലോ നെഗറ്റീവ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് -3.8% ആണ്. മാർക്കറ്റ് ബ്രെത്തും ഭയങ്കരമായിട്ടൊന്നും നല്ലൊരു കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. പക്ഷേ
നമ്മളെ കറണ്ട് സിനാരിയോയിൽ US മാർക്കറ്റ്സ് സ്റ്റേബിലൈസ് ചെയ്ത് വീണ്ടും നല്ല സ്ട്രോങ് ഒരു മൊമെൻറ്റം ടു അപ്സൈഡ് US മാർക്കറ്റ്സ് തരികയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്ട്രോങ് മൊമെൻറ്റം ഇന്ത്യൻ മാർക്കറ്റ്സും വരും. അപ്പോൾ ഈ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ മേ ബി നാളെ നമുക്ക് നോക്കി നോക്കാം ഈ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ എത്രമാത്രം നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഇതൊക്കെ വീണ്ടും ഒരു മേ ബി ഇവിടെ ഈ ഒരു സ്റ്റോക്സ് അബൌട്ട് 20 പീരീഡ് മൂവിങ് ആവറേജിനൊക്കെ ഒരു നല്ലൊരു മൊമെൻറ്റം ടു അപ്സൈഡ് വീണ്ടും കിട്ടുമോ എന്ന് നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് വീണ്ടും അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഹാപ്പി ട്രേഡിംഗ് ഡേ, ആസ് വെൽ ആസ് കീപ് യുവർ റിസ്ക് അണ്ടർ കൺട്രോൾ. നമ്മൾ റിസ്ക് ഫ്രീ ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ സ്മോൾ റിസ്ക് മാത്രം എടുത്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കൗണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അക്കൗണ്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് വരുന്ന ഒരു ട്രേഡ് ലോസ് ആയതിനു ശേഷം അടുത്ത ട്രേഡ് എടുക്കാനുള്ള ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. സോ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.